എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വളരെ സങ്കടകരമായ ഒരു ന്യൂസ് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ TPM സഭാവിശ്വാസിയായിരുന്ന ഒരു 26 വയസ്സുള്ള ഒരു പൈലറ്റ് അദ്ദേഹം ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ മരണപ്പെടുവാനായിട്ടിടയായി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോ പൈലറ്റ് അല്ലെങ്കിൽ സഹ പൈലറ്റ് ആയിരുന്ന വ്യക്തിയും കൂടെ മരണപ്പെടുവാനായിട്ടിടയായി. സഹ പൈലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആ വ്യക്തിയാണ് ഇത് ഓടിച്ചിരുന്നത്, അതായത് ഹെലികോപ്റ്റർ ഓടിച്ചിരുന്നത്. ഈ നവവരനല്ല ഓടിച്ചിരുന്നത് എന്നാണ് പുറത്തോട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടി മരണപ്പെട്ടില്ല. ആ പെൺകുട്ടിക്ക് കുറച്ച് നല്ല പരിക്കുകളോടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കേട്ടു. അത് വളരെ നമ്മൾക്ക് ഒത്തിരി വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു, അല്ലേ? കാരണം നമ്മളുടെ മനസ്സിലോട്ട് അതിൻ്റെ ആ ഒരു വിഷമം മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസാണ് നമ്മളുടെ ഉള്ളിലോട്ട് വന്നതല്ലേ. നമ്മളൊക്കെ ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ ഇങ്ങനെയെന്നും നമ്മളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏത് വിഷയങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്നാൽ അതിനൊക്കെ ഒരു പെർഫെക്റ്റ് ഉത്തരം എപ്പോഴും ദൈവത്തിൻ്റെ കരത്തിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ദൈവം എനിക്ക് ഡയറക്റ്റ് പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളൊന്ന് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം, ആ 26 വയസ്സുള്ള ഒരു പൈലറ്റ്, അതും അമേരിക്കയിൽ, എനിക്ക് തോന്നുന്നു അവിടെ തന്നെയാണ് ആ പുള്ളി പഠിച്ചതും അവിടെ തന്നെയാണ്. അപ്പോൾ ഓർക്കുക, ഒരു പൈലറ്റാകാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരി പൈസ ചെലവുള്ള ഒരു കാര്യമാണല്ലേ. ഇനി അതുകൂടാതെ എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് തന്നെ നമ്മൾക്കതിനെ പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിലൊക്കെ നമ്മൾക്ക് നേടിയെടുക്കുവാൻ പറ്റും. എന്നാൽ ഈ പൈലറ്റ് ആകുക എന്ന് പറയുന്നതും ഒരു പ്രത്യേക അനുഗ്രഹം തന്നെയാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. അതുമല്ല, അമേരിക്കയിലൊക്കെ പഠിച്ച് അവിടെ തന്നെ ജോലി നേടിയ വെറും 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു മകനാണ് 26 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. ഇനി അതുമാത്രമല്ല, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഹെലികോപ്റ്റർ അപകടം സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടുകാരുടെ വേദന, ആ പെൺകുട്ടിയുടെ വേദന, പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വേദന, ആ ദുരന്തത്തിൻ്റെ കാഠിന്യം എത്രയാണ് എന്ന് നമ്മൾക്ക് പോലും ഉൾക്കൊള്ളുവാനായിട്ട് പറ്റാത്ത വിധത്തിൽ ഒരുപാട് പേരുടെ ഹൃദയത്തെ കീറി മുറിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് പോലും അത് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ വേദന എത്രമാത്രം അതികഠിനമായിരിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ, അവരുടെ ഉള്ളിലും ഉണ്ടാകും, നമ്മളുടെ ഉള്ളിലും ഉണ്ടാകും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, ഈ കാലാവസ്ഥയിൽ, അതായത് നമ്മൾക്കറിയാം, ഇത് വീണത് ഹെലികോപ്റ്റർ അപകടം നടന്നപ്പോൾ ഇത് ഭയങ്കര മോശമായ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് ആ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ എന്നെ ടച്ച് ചെയ്തൊരു വാക്യം മറ്റൊന്നുമല്ല, എന്നെ ടച്ച് ചെയ്തൊരു വാക്യം, ഇദ്ദേഹത്തിൻ്റെ മകൻ നല്ല എക്സ്പീരിയൻസ്ഡ്, 26 വയസ്സേ ഉള്ളൂങ്കിലും പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ മിടുക്കനായിട്ടുള്ളൊരു പൈലറ്റാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പോലും, ഈ ഒരു മോശം കാലാവസ്ഥയിൽ ഞാൻ ഒരിക്കലും ഫ്ലൈ ചെയ്യത്തില്ല എന്ന് വെച്ചാൽ പുള്ളി ഒരിക്കലും ഒരു ഹെലികോപ്റ്റർ ഹാൻഡിൽ ചെയ്യത്തില്ല, ഇത്രയും മോശം ക്ലൈമറ്റിൽ അത് ഹാൻഡിൽ ചെയ്യത്തില്ല എന്ന് ഈ മകൻ പറഞ്ഞു എന്നാണ് ആ പിതാവിൻ്റെ ഒരു വാക്കിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും മോശം ഒരു ക്ലൈമറ്റിൽ ഇത് അദ്ദേഹം പറത്തത്തില്ല. അപ്പോൾ ഇതൊരു സംശയമായിരുന്നു ഈ യാത്ര എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ആ മകന് തന്നെ ആയിരിക്കണം ഒരു സംശയം. അപ്പോൾ ആ മരണപ്പെട്ടു പോയ ആ പൈലറ്റായ ദേവ് ഫിജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് തന്നെ ആയിരിക്കണം ഈ ഒരു ഡൗട്ട് വന്നത്. അദ്ദേഹമാണെങ്കിൽ പറക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന പൈലറ്റ് പറഞ്ഞു, നമ്മൾക്ക് പറക്കാം, ഉയരത്തിൽ പറക്കാം എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ റിസ്കിലായിരിക്കണം ഈ വധൂവരന്മാർ ആ ഒരു പൈലറ്റ് ഒരു ഹെലികോപ്റ്ററിനകത്തോട്ട് കാലെടുത്ത് വെച്ചത് എന്നുള്ളത് ഒരു കാര്യമാണ് ഈ പിതാവിൻ്റെ അഭിമുഖത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഓർക്കുക, ഇവിടെ നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എന്തുകൊണ്ടാണ് ദൈവമേ ഇത് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുമല്ലേ. എന്നാൽ അതിൻ്റെ ഉത്തരം തന്നെ അതിനകത്തുണ്ട്. എന്താണ് അത് ഉത്തരം എന്ന് വെച്ചാൽ, ഈ മോശം കാലാവസ്ഥയിൽ പറക്കാൻ പറ്റത്തില്ല എന്ന് ആർക്ക് തോന്നിയിരുന്നു? ആ ഒരു മകന് തോന്നിയിരുന്നു, അല്ലേ? ആ TPM വിശ്വാസിയായ ആ ഒരു മകന്, അല്ലെങ്കിൽ ദൈവവിശ്വാസിയായ ഒരു മകന് തോന്നിയിരുന്നു. പക്ഷേ എന്താണ്, കൂട്ടത്തിലുണ്ടായ
ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക ആത്മവിശ്വാസം പകർന്നതിൻ്റെ ബലത്തിലാണ് ഇവർ കയറിയത്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് ചിലപ്പോൾ വചനത്തിലൂടെ ആയിരിക്കില്ല, ചിലപ്പോൾ പ്രവാചകന്മാരിലൂടെ ആയിരിക്കില്ല, ചിലപ്പോൾ മറ്റു വ്യക്തികളിലൂടെ ഒന്നും ആയിരിക്കില്ല. നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തായിരിക്കും ചില ഉൾവിളികളെ ദൈവം തരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വളരെ എന്താ പറയുക നമ്മളതിന് വില കൊടുക്കേണ്ടി വരും. നമ്മളുടെ ഉള്ളിലായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഇടപെടുന്നത്. ചില ഉൾവിളികൾ നമ്മളുടെ ഉള്ളിൽ തരും. നമ്മൾക്കൊക്കെ അറിയാം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ എത്രയോ ഇടത്തിൽ നിന്ന് ഈ ഒരു ഉൾവിളികൾക്ക് ചെവി ഓർത്ത് നമ്മൾ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ എത്രയുണ്ട് അല്ലേ. അപ്പോൾ ഓർക്കുക, ചിലതിനകത്തൊക്കെ നമ്മൾ ആ ഉൾവിളികളെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ചെന്ന് ചാടിയ അവസരങ്ങളും നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും വിവേചിക്കുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കും പ്രവചിക്കുവാൻ പറ്റുന്നതല്ല. കാരണം അത് ഏത് വിധത്തിൽ വേണമെങ്കിലും ദൈവം ഒരു വ്യക്തിയോട് ഇടപെടും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇടപെടും. ഇവിടെ എന്തുകൊണ്ട് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ മകൻ്റെ ഉൾവിളിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഉൾവിളിയായിട്ട് പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം മിടുക്കനായൊരു പൈലറ്റായിരുന്നു ആര്, ആ മകൻ അല്ലേ. ഇനി അതുകൂടാതെ എന്താണ്, അദ്ദേഹം ഒരു വിശ്വാസിയാണ് അല്ലേ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു മകനും കൂടിയാണ്. പിന്നെ നല്ല അറിവുണ്ട്, കാലാവസ്ഥയെക്കുറിച്ച് നല്ല അറിവാണ്. എപ്പോൾ ഇത് പറത്തണം, എപ്പോൾ ഇത് പറത്തരുത് എന്നതിനെക്കുറിച്ചൊക്കെ നല്ല പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വേറൊരാളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കൊണ്ടുവരേണ്ട കാര്യമില്ല, വേറെ ഒരു പ്രവാചകനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെട്ടാൽ മതിയാകും. അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എനിക്ക് തോന്നുന്നത്, ഇദ്ദേഹം ആ ഉൾവിളിക്ക് എന്ത് ചെയ്തില്ല, ഉൾവിളിയോട് പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒന്നാമത്തെ എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതൊന്നുമല്ല, എന്നാൽ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഉൾവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്, അത് വാസ്തവമാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതും എൻ്റെ 2 നിഗമനങ്ങളും ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ്, അപ്പോൾ ഈ മകനോട് എന്താണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേറെ ഒരു ഇടപെടലിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, അറിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്, ഇദ്ദേഹം ആ ഉൾവിളിക്ക് ഒന്ന് എന്താ പറയുക അതിനോടൊന്ന് പോസിറ്റീവായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം കൂടുതൽ ആർക്ക് പ്രാധാന്യം കൊടുത്തു, തൻ്റെ ആ ഒരു കൂട്ടുകാരന് പ്രാധാന്യം കൊടുത്തു, കൂട്ടുകാരൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ ആ വാക്കിലൊരു ആത്മവിശ്വാസം അർപ്പിച്ചിട്ട് അദ്ദേഹം യാത്രയ്ക്ക് കയറുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അത് ഒന്നാമത്തെ എൻ്റെ നിഗമനമാണ്. ഇനി രണ്ടാമത്തെ നിഗമനം, ഇത് ഞാൻ പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ, നമ്മൾ ദൈവത്തോട് എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ, അവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാനുണ്ട്. ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് നമ്മൾക്ക് അടിവരയിട്ട് പറയുവാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്ന്, ദൈവം കൊടുത്ത ഉൾവിളിക്ക് എന്ത് ചെയ്തില്ല, അതിനോട് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് കൊടുത്തിട്ടില്ല. അതായിരിക്കാം ചിലപ്പോൾ ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ കുഞ്ഞാടിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന കുറേ പേരെക്കുറിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിലൊരു കൂട്ടരാണ് ആര്, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവർ സ്ത്രീകളുമായി ചേർന്ന് മലിനപ്പെടാത്തവർ എന്ന് വെച്ചാൽ അത്രയും വിശുദ്ധിയോടെ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ ആണ് എന്ത്, കുഞ്ഞാടിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ചിലപ്പോൾ ഈ മകനെ ദൈവം ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്തത് എന്നും നമ്മൾക്കറിഞ്ഞുകൂടാ. അതൊക്കെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഉത്തരമാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ നിഗമനം എന്ന് പറയുന്നത് അതാണ്, എന്ത്, ചിലപ്പോൾ ദൈവം അങ്ങനെ ആ മകനെ അങ്ങ് എടുത്തതായിരിക്കാം. എനിവേ, എന്തായാലും രണ്ടായാലും ദൈവം അറിയാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ഉൾവിളികൾ അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാൻ നമ്മൾക്ക് പറ്റാറില്ല. കാരണം എന്താണ്, അതെല്ലാവർക്കും ഒന്നും അതിനകത്ത് ജയിക്കണമെന്നില്ല. കാരണം എന്താണ്, ഈ ഉൾവിളി എന്ന് പറയുന്നതിനകത്ത് 2 കൂട്ടർ പ്രവർത്തിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. 2, കൺഫ്യൂസ്ഡ് ആയിരുന്ന പിശാചു പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്കത് ശരിയാണോ എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആണ്.
പോണോ പോകണ്ടയോ, പോണോ പോകണ്ടയോ. എനിക്ക് തോന്നുന്നു ആ മകൻ്റെ മനസ്സിലും അങ്ങനെ വന്നിട്ടുണ്ടാകും. ഒന്ന് പോകണ്ട എന്നും ഒന്ന് കൂട്ടുകാരൻ്റെ വാക്കിന് വില കൊടുത്ത് പോയതും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെയൊക്കെ ജീവിതത്തിലും എന്താണ്, ചിലപ്പോൾ വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ചിലതിന് നമ്മൾ സഡൻലി റിപ്ലൈ കൊടുക്കേണ്ടതുണ്ടാകും. എനിവേ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇത് ഞാൻ പോകണോ പോകണ്ടയോ. എൻ്റെ മനസ്സ് രണ്ട് തട്ടിലാണല്ലോ, പോകണ്ട എന്നൊരു ഭാഗത്തും പോകണമെന്ന് മറ്റൊരു ഭാഗത്തും. ഇത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാകാം. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് കണ്ണടച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനുള്ളൊരു സ്ട്രോങ് ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരിക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഉൾവിളികൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഓർക്കുക, അത് 2 വിധത്തിൽ പ്രവർത്തിക്കും. ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ഉണ്ടാകും, ഒന്ന് പൈശാചിക മണ്ഡലങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മൾ എന്തായാലും നമ്മളെ വിളിക്കുന്നത് എന്താ, പ്രാർത്ഥനക്കാരെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോണം. അത് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളൊന്ന് ടൈം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഉത്തരം യെസ് ഓർ നോ കൊടുക്കുക നമ്മൾ തയ്യാറാകുക. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ സംഭവിക്കുന്നതും നമ്മൾ സഡനായിട്ട് ചിലപ്പോൾ ചില ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സഡനായിട്ട് ചില ഡിസിഷനുകൾ എടുക്കുന്നതായിരിക്കും പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എല്ലാത്തിനും ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ, ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അന്ത്യകാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, ബൈബിളിനകത്ത് വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്താണ്, വിശ്വാസം ത്യജിക്കും. പലരും വിശ്വാസം ത്യജിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, അതുകൊണ്ട് ഈ വിശ്വാസ ത്യജനം അല്ലെങ്കിൽ വിശ്വാസം ത്യജിക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പല വിധത്തിലുള്ള കളികൾ കളിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒന്നും സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾക്കറിയാം ഈ ഒരു ആക്സിഡൻ്റ് അല്ലേ, ഈ ഒരു ആക്സിഡൻറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ. ഞാനിന്ന് നേരത്തെ ഈ വീഡിയോ ചെയ്യേണ്ടതാണ്, ഇത് ചെയ്യണമെന്ന് എനിക്ക് രാവിലെ തന്നെ ഒരു ഗൈഡൻസ് കിട്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഈ സംഭവം ഇങ്ങനെ ഓർക്കുന്തോറും എൻ്റെ മനസ്സിങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ എടുക്കാൻ പോലും ലേറ്റായി പോയത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് ദൈവമേ, എന്തുകൊണ്ടാണ് ദൈവമേ, എന്തുകൊണ്ടാണ് ദൈവമേ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഓർക്കുക, ഈ വിശ്വാസത്യാഗം സംഭവിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസമൊക്കെ തണുത്തു പോകുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ലോകത്തിൽ കൊണ്ടയിട്ട് ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ മനസ്സ് മടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പല വിധത്തിലും പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഓർക്കുക, പിശാച് പല വിധത്തിലും നമ്മളുടെ ജീവനെതിരെ, നമ്മളുടെ തലമുറകളുടെ ജീവനെതിരെ, കുടുംബത്തിനെതിരെ, കുടുംബത്തിൻ്റെ സമാധാനത്തിനെതിരെയൊക്കെ പല വിധത്തിലും പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, പരിപൂർണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. അതല്ലാതെ മറ്റെന്തെങ്കിലും നമ്മൾക്ക് ചെയ്യുവാനായിട്ട് പറ്റുമോ? ഒന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അന്യനിമിഷം പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ അങ്ങയുടെ വഴികളിലൂടെ ഒന്ന് നടത്തണമേ. എൻ്റെ വിശ്വാസം ത്യജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കരുതേ. എൻ്റെ വിശ്വാസം തണുത്തു പോകുവാൻ അനുവദിക്കരുതേ. വിശ്വാസത്തിൻ്റെ കഠിന ശോധനകളിലൂടെ ദൈവമേ കടത്തി വിടരുതേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ കൃപയുള്ളവർ കഠിന ശോധനയിലൂടെ കടത്തി വിട്ടോളം പ്രാർത്ഥിച്ചോ കേട്ടോ. എനിക്ക് അത്രയും കൃപയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേയും വിശ്വാസത്തിൻ്റെ കഠിന ശോധനയിലൂടെ കടത്തിവിടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള കഴിവില്ലാത്തവർ പ്രാർത്ഥിച്ചോണം, കർത്താവേയും കഠിന ശോധനയിലൂടെ ഞങ്ങളെ കടത്തിവിടല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ ടോപ്പിക് ഇതാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏത് വിധത്തിലാണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അത് ഓരോരുത്തരോടും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉൾവിളി എന്ന് പറയുന്നതിന് നമ്മളൊന്ന് കീഴടങ്ങുവാൻ അല്ലെങ്കിൽ അതൊന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് കീഴടങ്ങുവാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുക. ഇവിടെ ആ മകൻ അങ്ങനെ ചെയ്തില്ല ഒന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് അല്ലേ, എനിക്കറിയത്തേ ഇല്ലെന്ന് നമ്മൾ ഈ സംഭവം കേട്ടപ്പോഴറിഞ്ഞത്.
പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു രണ്ട് നിഗമനങ്ങൾ, എൻ്റെ രണ്ട് നിഗമനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചത്. പക്ഷേ സംഭവം യാഥാർത്ഥ്യമാണ്. എന്ത്? ഈ ഉൾവിളികൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ ഒരു മെത്തേഡാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എന്തായാലും ആ കുടുംബത്തിന് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. അതല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് പറയുവാനില്ല. കാരണം അവരുടെ ഒരു കുഞ്ഞു മകനാണ്. അവർ ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒത്തിരി പൈസ ഇറക്കി ഒക്കെ അവർ പഠിപ്പിച്ചെടുത്തതാണ് ആ മകനെ. എന്ന് വെച്ചാൽ ഒരു നല്ല ജീവിതം കാണാൻ കുഞ്ഞുമകനെ, അല്ലെങ്കിൽ അവരുടെ ഒരു കൊച്ചുമക്കളെ കാണാനൊക്കെയുള്ള ഒരു ആകാംക്ഷയും ആ ഒരു ആഗ്രഹത്തോടും കൂടി ഒക്കെ തന്നെ ആയിരിക്കണം ആ ഒരു വിവാഹ പന്തലിലേക്ക് തൻ്റെ മകനെ അവർ കൈപിടിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കുടുംബത്തിന് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. കാരണം ദൈവത്തിന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. വേറെ ആർക്കും കൊടുക്കുവാനായിട്ട് പറ്റത്തില്ലല്ലേ? വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം അത് കൊടുക്കട്ടെ. രണ്ടാമത് എന്താണ്? രണ്ടാമത് ആ സഹോദരിയുടെ അവസ്ഥ ഞാൻ നോക്കുകയായിരുന്നു. എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല. അത്രയും ഒരു വേദനയാണ് ആ സഹോദരിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി വേദനയാണ്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസിന് ഇനി ആ മകൾ ഉത്തരം പറയേണ്ടി വരും. ഒത്തിരി പേരുടെ ക്വസ്റ്റ്യൻസിന് ആ മകൾ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു പിന്നെ അമേരിക്ക ആയതുകൊണ്ട്, അവിടെ ആയതുകൊണ്ട് നമ്മുടെ മലയാളികളെ പോലെ ഒരു കുത്തി നോവിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണാൻ ചാൻസ് കുറവായിരിക്കും. എന്നാലും ആ സഹോദരി ഒത്തിരി വില കൊടുക്കേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ട് ആ സഹോദരിക്കും ദൈവം ഒരു ഭയങ്കര ധൈര്യവും ആശ്വാസവും ഒക്കെ കൊടുക്കട്ടെ. അതെല്ലാം കൊടുത്ത് ആ മകളെയും ദൈവം ധൈര്യപ്പെടുത്തട്ടെ. ആ മകളുടെ കുടുംബത്തെ അവരും എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ മകളെ കൈപിടിച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം തങ്ങളുടെ മകളുടെ ജീവിതത്തിൽ വന്നതും അവർക്കും താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമായിരിക്കും. അവർക്കും ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ മറ്റൊന്നും നമ്മൾക്കൊന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പലർക്കും പല ക്വസ്റ്റ്യൻസ് വരും. പല മുൻവിധികളും പലരും ഇടുവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കമൻറ്റുകളിൽ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ റിമൂവ് ചെയ്യും. കാരണം ഇത് രണ്ട് കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ നമ്മൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എഴുതി വെക്കരുത്. ഇനി അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 വർഷമായിട്ട് പരിചയമുള്ളവരാണ്. 10 വർഷത്തെ പരിചയമാണ് ഇവരെ ആ ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. കാരണം 10 വർഷമായിട്ട് അവർ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കും, അയ്യോ അതൊക്കെ ബൈബിൾ പ്രകാരം തെറ്റാണെന്നൊക്കെ പറയും. അവിടെ കാമുകൻ എന്നുള്ളൊരു അവസ്ഥയെ ഒക്കെ നമ്മൾക്ക് മാറ്റിവെക്കാം. ഇതെന്താണ്? ഇത് അവരുടെ ഒരു പരിശുദ്ധമായ ഒരു സ്നേഹം തന്നെ ആയിരുന്നു എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം 10 വർഷമായിട്ടും അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് അവർക്ക് എന്തോരം ആൾക്കാരുമായിട്ട് അവർ ഇടപഴകുന്നു അല്ലേ? അതുകൂടാതെ എന്താണ്, അവരുടെ കൾച്ചറേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കൾച്ചറിനകത്ത് തങ്ങൾ പ്രണയിച്ച ആ ഒരു, അല്ലെങ്കിൽ തങ്ങൾ സ്നേഹിച്ച ആ 2 വ്യക്തികൾ അത് എന്താ പറയുക, മുൻപോട്ട് കൊണ്ടുപോകുവാൻ 10 വർഷം അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവർ തയ്യാറായി. അത് മാത്രമല്ല, പകുതി വഴിക്ക് വെച്ചിട്ട് പിരിയുവാനല്ല, അവരുടെ ജീവിതത്തിൽ ഒന്നാകുവാനൊക്കെ അവരൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് അതിനെ നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശരിയും തെറ്റുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് ദൈവത്തിൻ്റെ കരത്തിൽ മാത്രമുള്ളതാണ്. കാരണം അവരുടെ ജീവിതവും അവരുടെ ആ സ്നേഹബന്ധവും എത്രത്തോളമാണ് പവിത്രമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതൊക്കെ ദൈവത്തിനും അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിധിക്കുവാനായിട്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇന്ന് രാവിലെ ഞാൻ കാണുകയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അമേരിക്ക ഫാമിലിയുണ്ട്, ഒരു മകനും മകളും. അവർ ഇതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അവർ ലീവിന് വന്നതാണ്. അവരുടെ അമ്മയ്ക്കൊരു സുഖമില്ലാത്തത് കൊണ്ട് അവർ കാണുവാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ അവർ വന്ന് ഇറങ്ങിയതൊക്കെ ഇങ്ങനെ കണ്ടു. അമ്മ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവർ വന്ന് ഇറങ്ങിയതൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നോട്ട് ഇങ്ങനെ രാവിലെയാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു അവരെ കൂട്ടിക്കൊണ്ട് വന്ന കാറോ അല്ലെങ്കിൽ ഇവരുടെ കാർ അവർ എടുത്തിട്ട് വന്നതായിരിക്കാം. ഓക്കെ, അതിനകത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചാറ്റൽ മഴയുണ്ട്. ഇപ്പോൾ ഈ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി എന്താ ചെയ്തത്, ആ ഭാര്യയായ പെൺകുട്ടി, അവർ ഹിന്ദുക്കളാണ് കേട്ടോ, ഭാര്യയായ പെൺകുട്ടി എന്താ ചെയ്തതെന്നറിയുമ്പോൾ അവർ ഒരു റെയിൻ കോട്ട് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ ആ ഒരു തലയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ നനയുമാണ്. ഇവിടെ നനഞ്ഞിട്ട് സാധനങ്ങൾ എടുത്തു വെക്കുന്നു. ഇവനെ ഇവിടെ സേഫാക്കി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ലൈഫിനൊന്നും അല്ലെങ്കിൽ ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലാത്തതാണ് എന്നൊക്കെയുള്ളൊരു ഒരു വാക്കുകളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ അവരുടെ വിവാഹ ബന്ധങ്ങൾക്കൊന്നും ഒരു അത്ര പവിത്രതയില്ല, അല്ലെങ്കിൽ അതൊന്നും ഒത്തിരി നാൾ നീണ്ടുപോകത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഒത്തിരി കൺഫ്യൂസ്ഡുകളൊക്കെ നമ്മൾക്കൊക്കെ ഉണ്ടല്ലോ. പുറത്തു നിന്ന് നോക്കിക്കാണുന്ന നമ്മൾക്കൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ കേട്ട പരിചയം വെച്ചിട്ട് നമ്മൾക്കൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇവർ എത്ര സ്നേഹത്തോടെ ആ സഹോദരി എന്ന് വെച്ചാൽ ആ പുള്ളിക്കാരത്തെ സേഫ്റ്റി ഒന്നും നോക്കുന്നില്ല. ചാറ്റൽ മല പുള്ളിക്കാരത്തെ നനയുവാൻ തയ്യാറാണ്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവനെ എന്താണ് ആ ഒരു റെയിൻ കോട്ടൊക്കെ പുതപ്പിക്കുവാനൊക്കെ ഉള്ള ഒരു മനസ്സ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ വിചാരിക്കും ഈ അമേരിക്കയിലൊക്കെ അല്ലേ ജീവിതത്തിനൊക്കെ ഒത്തിരി എന്ന് വെച്ചാൽ അവിടെ കെട്ടുറപ്പുള്ള ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു മനസ്സിലാക്കി തന്നൊരു കാഴ്ചയും കൂടിയാണ്. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തെന്ന് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന നമ്മൾക്ക് അറിഞ്ഞുകൂടാ അവിടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പലരും ഇങ്ങനെ ഒരു കമൻ്റൊക്കെ ഇടുവാനുള്ള ചാൻസ് ഉണ്ട്, കുറിച്ച് ലേഖനമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനത്തെ കമൻറ്റുകളൊന്നും നിങ്ങൾ ഇടരുത്. കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാ, നമ്മൾക്ക് വിധിക്കുവാൻ നമ്മൾക്ക് പറ്റത്തില്ല. കാരണം എത്രയോ പാസ്റ്റർമാരും ഒക്കെ ഇന്ന് ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന ചെറുപ്പക്കാരായ എത്രയോ പാസ്റ്റർമാരുടെ വിവാഹങ്ങൾ പ്രണയവിവാഹങ്ങളായിരുന്നു. ഇന്നും അവർ ശുശ്രൂഷയിൽ ശോഭിച്ച് നിൽക്കുന്നുണ്ട്. ഞാനൊരിക്കലും പ്രണയവിവാഹത്തിനെ സപ്പോർട്ട് ചെയ്യുവാണ് എന്നൊന്നും പറയണ്ട. അതൊക്കെ അവരും ദൈവവുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വിധി കൽപ്പിക്കേണ്ടത് ദൈവമാണ്. അത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറയുവാൻ കാരണം നിങ്ങൾ ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിടരുത്. ഇനി എങ്ങാനും അവരോ അവരുടെ ബന്ധുക്കളോ ഒക്കെ വീഡിയോ കണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇടരുത്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവരുടെ ആ ഒരു ദുഃഖത്തിൽ നമ്മൾക്കൊന്ന് പങ്കുചേരുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായാൽ മാത്രം മതി. ഓക്കെ, എനിവേ, രണ്ട് കുടുംബങ്ങൾക്ക് ദൈവം ആശ്വാസം കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്, ഒരിക്കൽ കൂടെ അത് ആഗ്രഹിക്കുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.